പക്ഷേ യു ഷുഡ് സീ 2 മണിക്കാണ് കട തുറക്കുക. 12:30 മണി മുതൽ അവിടെ ആൾക്കാരുടെ തിരക്കാണ്. ഷർട്ട്, പാൻറ്റ്, ടെലിവിഷൻ സെറ്റ്. ഒരു കാര്യം ഇവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കുറേ കുട്ടികൾ ബുക്കൊക്കെ എടുക്കാൻ വരും. പല സ്കൂളിൽ നിന്നും, ഗേൾസ് സ്കൂളിൽ നിന്ന് കുട്ടികൾ കമ്മൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ വരും. അപ്പോൾ ഒരു ഇഷ്ടമുള്ള പൈസ അവിടെ ഇടാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഫ്രീ ആണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചാന്ന് അവർക്കും തോന്നാമല്ലോ. അപ്പോൾ കുടുംബശ്രീയിലൊരു ചേച്ചി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. 3 ടെലിവിഷൻ സെറ്റ് ഒരു ചേട്ടൻ അവിടെ കൊണ്ടുവച്ച്. അവർ മാറിപ്പോൾ ഒരു വയസ്സായ LED ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വർക്ക് ചെയ്യുമോ? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു സ്കൂളിൽ നിന്ന് കുറേ പയ്യന്മാർ സൈക്കിൾ വരുന്നത്, ബുക്ക് തപ്പി വരുന്നത്, സ്റ്റോറി ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിച്ചത് വർക്ക് ചെയ്യും. എനിക്കറിയില്ല, ഇപ്പോൾ കൊണ്ടുവച്ചതാണ്. പിന്നെ എത്രയാണ് വില? എനിക്ക് ഇഷ്ടമുള്ള 10 രൂപ ഇട്ടാൽ മതിയോ? 10 രൂപ ഇട്ട് അവൻ എവിടേക്കോ ഓടി നിന്ന് പിള്ളേരിൽ നിന്നൊക്കെ മേടിച്ച് 10 രൂപ ഇട്ടിട്ട് കൊണ്ടുപോയി. പിറ്റേ ദിവസം അവൻ്റെ അച്ഛനും അമ്മയും അവനും കൂടെ വന്നേക്കുക. 10 രൂപയ്ക്ക് നന്നായി വർക്ക് ചെയ്യുന്നു എന്നാ TV. 10 രൂപയ്ക്ക് കിട്ടിയതാണെന്ന് അവൻ പറയുന്നുണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും പോലീസ് ഇതുവരെ കയറിയിട്ടില്ല, അതുകൊണ്ട് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ സത്യമാണ്, എനിക്കും അറിയില്ലായിരുന്നു അത് വർക്ക് ചെയ്യുമെന്ന്. ആരോ കൊണ്ട് വെച്ചു, ഈ കുട്ടി വന്നു ആ സമയത്ത്. അത്രയേ ഉള്ളൂ. ഉറുമിള ഉണ്ണി ചേച്ചി ഇനോഗ്രേഷൻ്റെ സമയത്തുണ്ടായിരുന്നു. കുറേ പട്ടുസാരി വെച്ചിട്ട് മോഹൻലാലിൻ്റെ ജീവചരിത്രം എടുത്തുകൊണ്ട് സ്വാപ്പും ചെയ്യാം. ഞാൻ എൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു നല്ല ലിനൻ്റെ ഭംഗിയുള്ളൊരു 6000 രൂപയൊക്കെ വില ഉണ്ടാവുമായിരിക്കും. പക്ഷെ ദൈവമേ കണ്ടറിയാം, ഒരു മെയ്ഡ് പോലത്തെയൊക്കെ നമുക്ക് തോന്നുന്ന പോലത്തെ. ദൈവം എനിക്കത് പോലും അഫോർഡ് ചെയ്യില്ല. 8000 രൂപ എൻ്റെ ഓണറേറിയം കേട്ടോ, കൗൺസിലർ എന്ന നിലയ്ക്ക്. എന്ത് നല്ല ഡ്രസ്സായിട്ടിരിക്കണേ. അപ്പോൾ അത് ആ കുട്ടി പറയായിരുന്നു, മാഡം എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് മാഡത്തിൻ്റെ ഫേസ്ബുക്കിലും ഗ്രൂപ്പിലൊക്കെ ഇടണം. ഈ തന്ന ചേച്ചി ഞാൻ ചിരിച്ചോണ്ട് ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കണ കാണട്ടെ. സ്വാപ്പ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണെന്ന്. ഞാൻ 20 രൂപ അവിടെ ഇട്ടു. എനിക്കിതൊന്നും അഫോർഡ് ചെയ്യില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം ആ ചേച്ചി കാണണം. മാഡത്തിൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലായിടത്തും ഇടണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഞാൻ താമസിക്കുന്ന ഇവിടെയാണ്, ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കും പോകേണ്ടത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റിയെങ്കിൽ, ആ ഡിവിഷനിൽ ചെയ്യാൻ പറ്റി, അതൊക്കെ എനിക്ക് ഇവിടെയും ചെയ്യാമല്ലോ.